എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുഴിപ്പള്ളത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്ന സമയത്തെ കുറച്ച് പേര് കുറച്ച് പ്ലാൻസ് ഉണ്ടോയെന്നും അതിൻ്റെ പ്രൈസ് റേഞ്ചും ഒക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. അതിൽ നമ്മുടെ അമ്ന ചോദിച്ചിട്ടുണ്ട് അഗ്ലോണിമ കലാത്തിയ ഉണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് അഗ്ലോണിമയുടെ കളക്ഷനാണ് കേട്ടോ. ഓരോ വെറൈറ്റിക്കും ഓരോ പ്രൈസ് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ജയ വിദ്യാധർ ചോദിച്ചിരിക്കുന്നത് പ്ലാൻസ് കൊറിയർ ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള ജീവനക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവിടെ നിന്ന് കൊറിയർ സർവീസ് ഒന്നും തന്നെ ഇല്ല. എന്തെങ്കിലും പ്ലാൻസ് നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വന്ന് മേടിക്കേണ്ടി വരും. അതുപോലെ തന്നെ പഞ്ചമി ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ സെയിൽ ഉണ്ടോ എന്നുള്ളത്. അവിടെ ഓൺലൈൻ സെയിലില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ നഴ്സറി പോയി തന്നെ മേടിക്കേണ്ടി വരും. അപ്പോൾ ട്രിവാൻഡ്രത്ത് എപ്പോഴേലും വരുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ പ്ലാന്റ് മേടിക്കുന്നതായിരിക്കും, കുറച്ച് ബൾക്കായിട്ട് പ്ലാന്റ്സ് എടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നണേ. അല്ലാതെ ഓൺലൈൻ സർവീസും കൊറിയർ സർവീസും അവിടെ ഇല്ല. പിന്നെ അമ്ന തന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കലാത്തിയ ഉണ്ടോ എന്നുള്ളത്. കലാത്തിയുടെ പല വെറൈറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നാടനായിട്ട് അല്ലെങ്കിൽ നാടനല്ലല്ലോ, നമ്മളെപ്പോഴും കാണുന്ന കലാത്തിയ ഉണ്ടല്ലോ, അത് ചെടി വളർന്ന് പൂവായിട്ടുള്ള വലിയ ചട്ടിയോട് കൂടിയ പ്ലാന്റ്സ് നമുക്കവിടെ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ പല തരത്തിലുള്ള കലാത്തിയ ഉണ്ട് അവിടെ. ഇത്രയധികം വെറൈറ്റി ഈ ഒരു പ്ലാന്റിന് ഉണ്ടെന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം വെറൈറ്റിയാണ്. ഞാൻ എവിടെ ചെന്നിട്ട് ചോദിച്ചിരുന്നാലും ഇതെല്ലാം കലാത്തിയാണെന്ന് പറയുന്നൊരു കണ്ടീഷനായിരുന്നു കേട്ടോ. കുറച്ച് ഏരിയ അവർ കംപ്ലീറ്റ് ആയിട്ട് കലാത്തിയേക്ക് വെച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ കോമൺ ആയിട്ട് ഒരു കലാത്തിയ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതും ഒരു വെറൈറ്റി ആയിട്ടൊരു കലാത്തിയ പ്ലാന്റാണ്. 125 രൂപയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ നമ്മുടെ രജനി ചോദിച്ചിട്ടുണ്ട് പെറ്റൂണിയ പ്ലാന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെ പെറ്റൂണിയ പ്ലാന്റ് ഉണ്ട് സാധാരണ, പക്ഷേ നമ്മൾ പോയ അന്ന് പെറ്റൂണിയ പ്ലാന്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. സാധാരണയായിട്ട് അവിടെ പെറ്റൂണിയ പ്ലാന്റ് ഉണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അന്ന് നമ്മൾ പോയതിൻ്റെ അന്നതിൻ്റെ കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ജയറാണി ലക്ഷ്മി ചോദിച്ചിട്ടുള്ളത് അവിടെ ഓർക്കിഡ് പ്ലാന്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ട്. ഒരു 2-3 വെറൈറ്റീസാണ് അവിടെ ഉള്ളത് കേട്ടോ. ഒരുപാട് ഓർക്കിഡിൻ്റെ കളക്ഷനൊന്നും ഞാനവിടെ കണ്ടിട്ടുണ്ടായില്ല. ഒരേ ടൈപ്പ് ഒരുപാട് ഓർക്കിഡ്സ് ഉണ്ടെന്നല്ലാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നിരുന്നാലും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഓർക്കിഡ്സ് അതിനകത്തുണ്ട്. നല്ല ചെറിയ പ്ലാന്റ്സ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സുള്ള ഓർക്കിഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ആന്തൂറിയം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ക്യാമറ കുറച്ച് ആന്തൂറിയം ഏരിയയിലോട്ട് പോയത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നോർമൽ നമ്മുടെ ഓർക്കിഡ് ഉണ്ടല്ലോ, പർപ്പിൾ ഓർക്കിഡ്, അതാണ്. പിന്നെ വരുന്നത് റോഷ്നി ചോദിച്ചിട്ടുണ്ട് ബോഗിയൻ വെല്ല ഉണ്ടോ അവിടെ എന്നാണ്. റേറ്റ് എങ്ങനെയാണെന്നുള്ളത്. റേറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 200 മുതലാണ്. ഈ 200 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചട്ടിയിൽ വരുന്ന ചെടികൾക്കാണ് കേട്ടോ. ഇവിടെ അവർ എല്ലാം പോട്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 200 റേഞ്ചിലാണ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ പ്ലാന്റ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വിലക്കുറവിൽ കിട്ടും. പക്ഷേ ഞാൻ ചെന്നപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് പോട്ടിലിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏകദേശം ഒരു 200 റേഞ്ചാണ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ മെജന്ത കളറും വൈറ്റും ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള കാണുന്ന ബോഗൻ വില്ലേഴ്സാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷനുണ്ട്, ഒരുപാട് ഉണ്ട് കേട്ടോ. ബോഗൻ വില്ല ഇവിടെ എപ്പോഴും സ്റ്റോക്ക് വന്നും പോയി നിൽക്കും. അതുകൊണ്ട് തന്നെ തീരുന്നതനുസരിച്ച് ഇവിടെ സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ ഇത് റെഡ് ചില്ലിയുടെ ഒരു ബോഗൻ വില്ലാണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരൊറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ കുഴിപ്പള്ളത്ത് ഓർക്കിഡ് റോസ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സബീനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ റോസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഈ കടലിൽ മീനുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. കണ്ടില്ലേ, അത്രയ്ക്കും റോസാണ്. അതും എല്ലാ ടൈപ്പ് റോസും ഉണ്ട്. കാരണം നാടൻ തൊട്ട് ബാക്കി എല്ലാ ടൈപ്പ് റോസുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഓരോരോ വെറൈറ്റി ഓഫ് റോസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ടാസ്ക്കാണ്. പല തരത്തിൽ കുഞ്ഞനായിട്ടും വലുതായിട്ടും ബഡായിട്ടും അല്ലാതെ നാടനായിട്ടും അല്ലാതെ വള്ളി റോസായിട്ട് കണ്ടില്ലേ, ഇതുപോലത്തെ വെള്ള റോസുകൾ കൊലയായിട്ട് പൂക്കുന്ന കുറേ റോസുകളൊക്കെ അവൈലബിൾ ആണ് ഇതിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് നല്ല പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ ചട്ടിയിലുള്ളതിന് കുറച്ച് പ്രൈസാണെങ്കിലും നമുക്ക് ചെറിയ കവറുകളിൽ ഒരുപാട്, ഇതെല്ലാം ചെറിയ കവറിൽ ഒരു 30-20 റേഞ്ചുകളിൽ വരുന്ന ചെടികളാണ് കേട്ടോ. ചെറിയ കവറിൽ നമ്മൾ ഇതിനകത്തുനിന്ന് നോക്കിയെടുക്കണം.
ഇപ്പോൾ പറയത്തില്ലേ വമ്പൻ ബിഗ് സെയിലൊക്കെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് പോയി ഡ്രസ്സ് കളക്ട് ചെയ്ത് നോക്കിയെടുക്കണമെന്ന് പറയുന്ന കണക്കാണ് ഈ റോസിൻ്റെ കളക്ഷൻ അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയെടുക്കേണ്ടി വരും, പ്ലാന്റ് നല്ലതും അല്ലാത്തതൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കിയെടുക്കേണ്ടി വരും. എന്നിട്ട് റോസിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട് ഇതിനകത്ത്, ഒരുപാട് റോസിൻ്റെ കളക്ഷൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഡൗട്ട്സ് വന്നത്. കുഴിപ്പള്ളത്ത് ഞാൻ പോയ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് വന്ന കുറച്ച് ഡൗട്ട്സ് ഇതാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം പോയപ്പോൾ തന്നെ അതൊക്കെ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. പിന്നെ നമ്മുടെ 2025 വരാണ്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എൻ്റെ എല്ലാ വീഡിയോസ് കാണുന്നവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു.